നമ്മൾ പലപ്പോഴും ഉത്തേജനങ്ങൾ ക്ഷീണിപ്പിക്കുന്നുണ്ട്. എന്താണ് ഉത്തേജനം എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്ന് പഠിക്കാം. ഉത്തേജനങ്ങൾ എങ്ങനെയാണ് ക്ഷീണത്തിന് കാരണമാവുന്നത്, ഉത്തേജനങ്ങൾ എങ്ങനെയാണ് രോഗങ്ങൾക്ക് വഴിവെക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഉത്തേജനം എന്ന് പറയുമ്പോൾ ഉത്തേജക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള ഉത്തേജനം എന്ന് മാത്രം വിചാരിക്കരുത്. ഏത് തരത്തിലുള്ള ഉത്തേജനവും അത് അധികമായാൽ അല്ലെങ്കിൽ അത് നിരന്തരമായി കഴിഞ്ഞാൽ വലിയ തളർച്ചയാണ്, നാഡികൾക്ക് ആരോഗ്യക്കുറവുണ്ടാവുക എന്ന തരത്തിലേക്കാണ് വരിക. അപ്പോൾ നമ്മൾ നന്നായിട്ട് മധുരം കഴിക്കുന്നു. മധുരം അധികം കഴിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോൾ മധുരം ചെന്ന് കഴിഞ്ഞാലും ഷുഗർ എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും ഭയങ്കര ഓണാവും, നല്ല ഉന്മേഷമാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം പതിയെ 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 നമ്മൾ ആരോഗ്യക്കുറവിലേക്കാണ് പോകുന്നതെന്ന്. ഇപ്പോൾ വളരെ ലളിതമായിട്ടുള്ളൊരു ഉദാഹരണം പറയാം. എന്തെങ്കിലും പറഞ്ഞ് നമ്മളൊന്ന് പേടിപ്പിച്ചു, ഞെട്ടിച്ചു. ഇപ്പോൾ കുട്ടികളെയൊക്കെ നമ്മൾ ബോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കൂലേ, അപ്പോൾ അവിടെ ഒരു ഞെട്ടൽ ഉണ്ടാവുന്നുണ്ട്. ആ ഞെട്ടലിൽ വാസ്തവം പറഞ്ഞാൽ അവിടെ ഒരു ഓണാവൽ തന്നെയാണ്, ഒരു ഉണർവിലേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷേ ഒരു ചെറിയ കുഞ്ഞാണെങ്കിൽ ഈ ഞെട്ടലിന് ശേഷം അവൻ കരയും. അതെന്തിനാ അവൻ പേടിക്കുന്നത്, അവൻ എന്തിനാ കരയുന്നത്, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. അപ്പം അവിടെ ഉത്തേജനമാണ് വാസ്തവത്തിൽ ഉണ്ടായതെങ്കിലും ശരീരം അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് വാസ്തവത്തിൽ അവിടെ സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ ഒരു പെട്ടെന്നൊരു കഥന പൊട്ടി എന്ന് വിചാരിക്കുക. വളരെ സൈലൻ്റായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ഞെട്ടുന്നുണ്ട്. പക്ഷേ ആ ഞെട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ഞെട്ടൽ തന്നെയായിരിക്കും. ആകെന്തോ പൊട്ടിത്തെറി എന്നുള്ള പോലെയാണ്. ഭയങ്കര ഒരു പേടിയുണ്ടാവുന്നു, ഭയങ്കര ഒരു ആരോഗ്യക്ഷയം പോലെ, അല്ലെങ്കിൽ ഭയങ്കര ഒരു എനർജി ലോസ് പോലെയാണ് വാസ്തവത്തിൽ നമുക്കതിൻ്റെ തുടർച്ചയായിട്ട് അനുഭവപ്പെടുക. പക്ഷേ ഈ ഞെട്ടൽ ഉണ്ടാവുന്ന സമയത്തോ ആ ഒരു നിമിഷം എന്ന് പറയുന്നത് ഭയങ്കര ഉത്തേജനമാണ് വാസ്തവത്തിൽ. പക്ഷെ തുടർന്ന് നമുക്ക് അനുഭവപ്പെടുന്നത് ഒരു ക്ഷീണമാണ്, ഒരു തളർച്ചയാണ്. അപ്പം ഏത് തരത്തിലുള്ള ഉത്തേജനം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും, അത് ഇതുപോലെയുള്ള ഞെട്ടലുകളായിക്കോട്ടെ, ഇനി ആഹാരങ്ങളിലൂടെയുള്ള ഉത്തേജനമായിക്കോട്ടെ, ഉത്തേജക പദാർത്ഥങ്ങളിൽ നിന്നുള്ള ഉത്തേജനമായിക്കോട്ടെ, ഇപ്പം മദ്യം കഴിച്ചു, അല്ലെങ്കിൽ പുക വലിച്ചു, അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചു, ഏതൊന്നിനും ഉത്തേജനമുണ്ട്. നമ്മൾ ആദ്യം ഒന്ന് നല്ല ഉന്മേഷത്തിലേക്ക് കൊണ്ടുവരുത്തുന്നുണ്ട്. പക്ഷെ തുടർന്ന് നമ്മൾ ക്ഷീണത്തിലേക്കാണ് പോകുന്നത്. ഇനി ഇതൊന്നും വേണ്ട, നല്ലൊരു സദ്യ ഉണ്ട്, പപ്പടവും പായസവും സാമ്പാറും അവിയലും തോരനൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു സദ്യ കഴിക്കുമ്പോൾ നമുക്ക് നല്ല ഉന്മേഷമാണ്, നല്ല ഉത്തേജനമാണ് അത് നൽകുന്നത്. പക്ഷെ അതിൻ്റെ തുടർച്ചയും കൂടിയൊരു ക്ഷീണമാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള ഉത്തേജനം എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമ്മൾ കാണുന്നത് ഇത് കഴിഞ്ഞാൽ ഞാൻ ക്ഷീണിക്കുന്നുണ്ട്. അപ്പോൾ ഉത്തേജനങ്ങൾ നമ്മളെല്ലായ്പ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലായിട്ടാണ് നമ്മുടെ അനുഭവത്തിലുള്ളത് എങ്കിലും ഉത്തേജനങ്ങൾ വാസ്തവത്തിൽ ഒരിക്കലും നമുക്ക് ആരോഗ്യം നൽകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഒരു ബീഡി വലിച്ചു കഴിഞ്ഞാൽ പോലെ ആ ഒരു ക്ഷീണമൊക്കെ മാറി നല്ല ഉന്മേഷം വരുന്നുണ്ട്. പക്ഷേ ആ ബീഡിയുടെ ഉള്ളിൽ എന്താ ഉള്ളത്? ഒരു ഉണങ്ങിയ ഇലയല്ലേ വാസ്തവത്തിൽ. ഒരു ഉണങ്ങിയ ഇലയിൽ എത്രത്തോളം നമുക്ക് ഊർജം തരാനുള്ള സാധ്യത ഇരിക്കുന്നുണ്ട്? ഒന്നുമില്ല അവിടെ വാസ്തവത്തിൽ. പക്ഷെ എന്നാലും ഈ ഉണങ്ങിയ ഇല കത്തുന്നതിൻ്റെ ആ ഒരു പുക അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉന്മേഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കണം, വാസ്തവത്തിൽ ഈ ഇലയിൽ നിന്ന് എനിക്ക് ഊർജ്ജമൊന്നും കിട്ടിയിട്ടില്ല. അത് നമുക്ക് നമ്മുടെ നോർമൽ സെൻസ് ഉപയോഗിച്ചാൽ മനസ്സിലാവും. പക്ഷെ ഞാൻ അനുഭവിച്ചിരിക്കുന്നു, നല്ലൊരു എനർജി ഞാൻ അനുഭവിച്ചിരിക്കുന്നത് വലിച്ചപ്പോൾ. അപ്പോൾ അവിടെ എൻ്റെ ഉള്ളിൽ നിന്നുള്ള ഊർജത്തെ തന്നെയാണ് ഞാൻ വാസ്തവത്തിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തത്. എൻ്റെ ഉള്ളിലെ ഊർജം വാസ്തവത്തിൽ ഇപ്പം ഞാൻ അനുഭവിച്ച അത്രയും ഊർജം വാസ്തവത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഓരോ തവണയും നമ്മൾ ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ഈ ഒരു ഊർജം, നല്ല എനർജറ്റിക് ആയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് അത്രത്തോളം എനർജി നഷ്ടമായി എന്ന തരത്തിൽ മാത്രം മനസ്സിലാക്കണം. അതാണ് ഫാക്റ്റ്. അപ്പോൾ ഈ നഷ്ടപ്പെട്ട ഊർജം അത് അധികമായി നഷ്ടപ്പെടാൻ തുടങ്ങുമ്പോഴാണ് ശരീരം എന്ത് ചെയ്യുന്നത്? ക്ഷീണം ഉണ്ടാക്കും, ഭയങ്കര ക്ഷീണം ഉണ്ടാക്കും. എന്തിനാ ക്ഷീണം ഉണ്ടാക്കുന്നത്? എത്രത്തോളം എനർജി നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത്രയും എനർജി ശരീരം വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കും. കാരണം ഇത് ഭക്ഷണം കഴിച്ചുണ്ടാക്കുന്ന എനർജിയെക്കുറിച്ചല്ല ഈ പറയുന്നത്, പ്രാണോർജ്ജ നഷ്ടമാണ് ഉണ്ടാവുന്നത്. പ്രാണോർജ്ജം നഷ്ടപ്പെടാനായിട്ട് ശരീരം അനുവദിക്കില്ല. അപ്പോൾ എപ്പോഴും നഷ്ടപ്പെടുമ്പോഴേക്കും വീണ്ടും അതിൻ്റെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശരീരം ശ്രമിക്കും. അപ്പോൾ ക്ഷീണിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്റ്റ് എടുത്തോളും. ഒന്നിനും ഉന്മേഷമില്ലാതെ എന്തുകൊണ്ടാണ് ഇപ്പോൾ മദ്യപിക്കുന്നവർ വീണ്ടും അത് കുടിക്കാൻ ഇഷ്ടപ്പെടുന്നു, മധുരം കഴിക്കുന്നവർ വീണ്ടും അത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു, പുക വലിക്കുന്നവർ വീണ്ടും അത് വലിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ മറ്റേ കഞ്ചാവും സാധനങ്ങളും LSD ഒക്കെ ഉപയോഗിക്കുന്നവർ വീണ്ടും അത് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്?
കാരണം ഈ സംഭവം ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരാൾക്ക് ഉണ്ടായിട്ടുള്ള ഉത്തേജനം, ആ ഉത്തേജനത്തിൻ്റെ അത്രത്തോളം എനർജി നഷ്ടപ്പെട്ട ഉത്തേജനം കൊണ്ട് അത്രയും എനർജി വീണ്ടെടുക്കുന്നത് വരെ ശരീരം എന്ത് ചെയ്യും? ക്ഷീണിപ്പിക്കും, തളർത്തി അവിടെ കിടത്തും, ഒന്നിനും മൂടില്ല, ഫുൾ നെഗറ്റീവാക്കി, ഒന്നിലും താല്പര്യമില്ല എന്ന തരത്തിൽ നമ്മളെ അങ്ങോട്ട് റെസ്റ്റ് നിർബന്ധിക്കും, റെസ്റ്റിന് വേണ്ടിയിട്ട്. അത് നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും അതേ സംഭവം ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾ ഉത്തേജിപ്പിക്കും. ഇതുകൊണ്ട് ശരിക്കും എന്താ സംഭവിക്കുന്നത്? പ്രാണോർജം വീണ്ടും 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 നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ചിലർ ചായ കുടിക്കുന്ന കാര്യം, കാപ്പി കുടിക്കുന്ന കാര്യമൊക്കെ പറയലില്ലേ, 10 ഗ്ലാസ് 15 ഗ്ലാസ്, ഞാൻ 20 ഗ്ലാസ് വരെ കുടിക്കും, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതായത് എപ്പോൾ ക്ഷീണം വന്നാലും അപ്പോൾ ഒരു കോഫി, അല്ലെങ്കിൽ അപ്പോൾ ഒരു ചായ, ചിലർ അപ്പോൾ ഒരു സിഗരറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ അധികം പ്രായമില്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ ഒരു മധുരം. ഏതെങ്കിലും തരത്തിൽ ആ ക്ഷീണത്തെ മാറ്റാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഉത്തേജക പദാർത്ഥം ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഉത്തേജക പദാർത്ഥം ഉപയോഗിച്ച് നമ്മുടെ ക്ഷീണത്തെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ, ക്ഷീണം വരുത്തിക്കൊണ്ട് ശരീരം സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, ആ ശ്രമത്തെയാണ് നമ്മൾ തടുക്കുന്നത്. ക്ഷീണം വരുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കുക, ഒരു എനർജി ഇംബാലൻസ് എന്നിൽ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ വിട്ടുകൊടുത്തേ പറ്റൂ, ഞാൻ റെസ്റ്റിൽ പോയേ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം കൂടിയ ആരോഗ്യക്കുറവിലേക്കായിരിക്കും ഞാൻ തുടർന്ന് പോകുന്നുണ്ടായിരിക്കുക. ഏത് തരത്തിലുള്ള ഉത്തേജനം എടുത്തു നോക്കിയാൽ, ഇപ്പോൾ വലിയ സന്തോഷം ഉണ്ടായെന്ന് വിചാരിക്കുക, എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് 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 എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് അതിൻ്റെ അവസാനം പോലും നമുക്കൊരു ക്ഷീണമാണ്. കരഞ്ഞാലോ, ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞ് 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 തളരുകയാണ് ചെയ്യുന്നത്. കരഞ്ഞ് തളർന്നുറങ്ങുക. ഏത് വൈകാരിക തീവ്രത കൂടിയാലും അതും ഉത്തേജനം തന്നെയാണ്. ഭയങ്കര ദേഷ്യം വന്നു, ഭയങ്കര ദുഃഖത്തിലേക്ക് പോയി, അല്ലെങ്കിൽ ഭയങ്കര നിസ്സഹായത, ഭയങ്കര വെറുപ്പ്, വല്ലാത്ത ഭയം, ഇതിൻ്റെയൊക്കെ തുടർച്ച എന്ന് പറയുന്നത് ക്ഷീണമാണ്. അപ്പം അവിടെ എല്ലാം മനസ്സിലാക്കണം, ഉത്തേജനം എവിടെയുണ്ടോ അവിടെ ഊർജം നഷ്ടപ്പെടുന്നുണ്ട്, പ്രാണോർജത്തിൻ്റെ നഷ്ടമുണ്ട്. ഇത് ആരോഗ്യത്തിന് വളരെയധികം ഹാനികരമാണ്. ഇതിന് ഈ ഒരു പ്രശ്നത്തെ തടുക്കാൻ വേണ്ടി എപ്പോൾ ഉത്തേജനം ഉണ്ടായിക്കഴിഞ്ഞാലും ശരീരം കൂടിയൊരു തളർച്ച നമ്മളിൽ ഉണ്ടാക്കും, ക്ഷീണം വരുത്തും, വിശ്രമിക്കാനായിട്ട് ശരീരം നിർബന്ധിക്കും. ആ വിശ്രമത്തിലൂടെ ഉത്തേജനം വഴി നഷ്ടപ്പെട്ട ഊർജത്തെ ശരീരം വീണ്ടെടുക്കും. അങ്ങനെയാണ് വാസ്തവത്തിൽ ഈ ബാലൻസ് നിലനിൽക്കുന്നത്. ഇപ്പം ഈ ഉത്തേജനം എന്ന് പറയുന്ന ആ ഫീൽ നമുക്ക് സുഖം നൽകുന്നതാണെങ്കിലും ഒരിക്കലും അത് യഥാർത്ഥത്തിൽ നമുക്ക് ഒരു ഉന്മേഷവും കൊണ്ടുവന്ന് തരുന്നില്ല. ഇപ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോൾ, സ്കൂളിൽ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു കുട്ടി ഉറക്കം തൂങ്ങുകയാണെന്ന് കരുതുക. അപ്പോൾ മാഷ് എന്താ ചെയ്യുക? ഡസ്റ്റർ എടുത്തിട്ട് അവൻ്റെ തലയ്ക്ക് ഒരു ഏറ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ചോക്ക് കഷ്ണം ഉണ്ടെങ്കിൽ തലമണ്ടയ്ക്ക് ഒരു ഏറ് കൊടുക്കും. അപ്പോൾ അത് വന്ന് ഇടിക്കുമ്പോൾ പെട്ടെന്ന് അവൻ ഉണർന്നു, ഞെട്ടി എണീറ്റു, ഭയങ്കര ഉന്മേഷത്തോടു കൂടിയാണ് ഉണരുന്നത്. പക്ഷെ അവനൊരു അല്പനേരം പോലും അത് തുടർന്ന് ആ ഉന്മേഷത്തെ നിലനിർത്താൻ പറ്റുമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും അവൻ വീണ്ടും ഉറങ്ങും. കാരണം എന്താ? ആ എന്ത് കാരണം കൊണ്ടാണോ അവൻ ക്ഷീണം വന്നത്, ആ ക്ഷീണത്തെ മാറ്റാൻ, അല്ലെങ്കിൽ ആ ക്ഷീണം മാറാനായിട്ടുള്ള ഒരു എനർജി നൽകാൻ ഈ ചോക്ക് കഷ്ണത്തിനോ ഡസ്റ്ററിൻ്റെ ഏറിനോ സാധ്യതയില്ലല്ലോ. അവന് എനർജി ഇല്ല, അതുകൊണ്ടാണ് അവൻ ഇരുന്ന് ഉറങ്ങുന്നത്. അപ്പോൾ എനർജി യഥാർത്ഥത്തിൽ റീഫില്ലാവുന്നത് വരെ അവൻ ക്ഷീണിച്ചിരിക്കും. ഏത് തരത്തിലുള്ള ഉത്തേജനവും അവനെ സഹായിക്കില്ല എന്ന് മാത്രമല്ല, കൂടുതൽ അവൻ ക്ഷീണത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ രോഗങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാരണങ്ങളിൽ ഒന്നാണ് ഇത്. അതായത് സ്വയം ഇങ്ങനെ ഉത്തേജിപ്പിച്ചുകൊണ്ടേയിരിക്കാനായിട്ടുള്ള ഒരു പ്രവണത നമ്മളിൽ സകലരിലുമുണ്ട്. ഇപ്പം ഈ പറഞ്ഞത് ഭൗതികമായിട്ടുള്ള ഉത്തേജകങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതല്ലാതെ ആന്തരികമായിട്ട് നമ്മൾ നടത്തുന്ന ഉത്തേജകത്തിനായിട്ടുള്ള വഴികളുണ്ട്. ഉത്തേജനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് എന്താ ചെയ്യാമെന്നറിയോ? സ്വയം വിഷമിപ്പിക്കും, പ്രശ്നങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചെടുക്കും, കണ്ടെത്തും. അതായത് ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ലാത്ത ഒരു സമയമായിരിക്കാം, പക്ഷേ ഞാൻ അവിടെ ഇന്നത് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു സ്ട്രെസ്സ് ഞാൻ ഓർത്തെടുത്ത് എന്നിലൊരു, അത് തെറ്റാണെന്ന് പറയുന്നില്ല, നെഗറ്റീവായിട്ടുള്ള ഒന്നല്ല, പക്ഷേ ഞാൻ എൻ്റെ ഉള്ളിലൊരു ഉത്തേജനം കുറേശ്ശെ ഉണ്ടാക്കുകയാണ്. പതുക്കെ അവിടെ ഒരു മെഷീൻ ഓണായി തുടങ്ങി. അപ്പോൾ എൻ്റെ ക്ഷീണം അവിടെ അവസാനിക്കുക. ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. ഇങ്ങനെ ഓരോന്നും ഞാൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഉള്ളിൽ നിന്നും ഈ ഒരു സ്ട്രെസ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ എല്ലാം വളരെ ബാലൻസ്ഡ് ആയിട്ടിരിക്കെ പോലും, ഇപ്പോൾ മുൻപൊരിക്കൽ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ നാൾ നമ്മൾ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അഡിക്റ്റായി പോകും. ആ ഒരു ദുഃഖം കണ്ടെത്താനായിട്ടുള്ള, അല്ലെങ്കിൽ ദുഃഖം തേടാനായിട്ടുള്ള ഒരു പ്രവണത
നമ്മളിൽ എല്ലായ്പ്പോഴും ഉണ്ടാവും. എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും അല്ലെങ്കിൽ പുറമെന്ന് നോക്കുമ്പോൾ നല്ല വൃത്തിയുള്ള ഒരു ജീവിതമാണ് എൻ്റേതെന്ന് എനിക്ക് തോന്നിയാലും ഞാൻ പ്രശ്നങ്ങൾ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. തേടിയെടുത്ത് എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾക്ക് പോലും വലിയ മാനം കൊടുത്ത് ഞാൻ അതിൽ സ്വയം പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ ഞാൻ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതും ഒരു പ്രത്യേക തരത്തിൽ എന്നെ ഞാൻ ഉത്തേജിപ്പിക്കൽ തന്നെയാണ്. ഇതുകൊണ്ട് വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ കൂടിയ അളവിൽ ഊർജം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ ദുഃഖം കൊണ്ട് വാസ്തവത്തിൽ വലിയ ഉത്തേജനമാണ് എനിക്ക് ഉണ്ടാവുന്നത്. ഞാൻ ഭയങ്കര അഗ്രസീവാവും. ഏത് തരത്തിൽ വേണമെങ്കിലും എനിക്ക് സ്ട്രെയിൻ അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ സ്ട്രെയിനെല്ലാം പ്രത്യക്ഷത്തിൽ വരുന്നത് ഈ ഒരു കൂടിയ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയായിട്ട് തന്നെയാണ്. ഒരാളുടെ കാര്യം ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖം വന്നു, ഒരാളുടെ കാര്യം ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഇങ്ങനെ ഞാൻ എന്നെ ഉത്തേജിപ്പിച്ചുകൊണ്ടേയിരിക്കും. എനിക്കൊരിക്കലും ഇപ്പോൾ ഈ പ്രസൻറ്റിൽ മനസ്സമാധാനത്തോടെ ഇരിക്കാനായിട്ട് വലിയ താല്പര്യമില്ല. എപ്പോഴും ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ട്. അപ്പോൾ അതിൽ നിന്നും വ്യത്യാസമായിട്ട് ഇപ്പോൾ ഇവിടെ ജീവനത്തിൽ നമ്മൾ എന്തൊരു പ്രാക്ടീസ് ചെയ്യുമ്പോഴും ശരീരത്തിനെയും മനസ്സിനെയും ഒരുമിപ്പിച്ചു കൊണ്ടുവന്നിട്ട് ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ നിൽക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ചെയ്തു തുടങ്ങുന്ന യോഗ മുതൽ യോഗയും മെഡിറ്റേഷനുകളും പ്രാണായാമങ്ങളും ഈ സെൽഫ് മസാജ് ഏതൊന്നിലും ശരീരത്തിലേക്ക് മനസ്സിനെ ഇങ്ങനെ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുക. കൈ ശ്രദ്ധിച്ചു, കാല് ശ്രദ്ധിച്ചു, അവിടെ വലിവുണ്ട്, ഇവിടെ വേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഴുവൻ ശ്രദ്ധയും ശരീരത്തിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. അപ്പോൾ മനസ്സിനെയും ശരീരത്തിനെയും ഒരുമിപ്പിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴങ്കഥകളിലേക്കോ അല്ലെങ്കിൽ ഭാവിയിലെ പ്രശ്നങ്ങളിലേക്കോ ഒന്നും പോകാനുള്ളൊരു സാധ്യതയില്ലാതെ മനസ്സ് ഇപ്പോഴത്തെ ഈ ലോകത്ത് നിലനിൽക്കുക. ഈ നിമിഷത്തിൽ ഉത്തേജനങ്ങളില്ല, തളർച്ചയുമില്ല, വളരെ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാനായിട്ട് പറ്റും. പക്ഷെ ഇത്രയും കാലത്തെ നമ്മുടെ ലൈഫിലെ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് ഇങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നുകിൽ പാസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഇങ്ങനെ എടുത്ത് ചാടിക്കൊണ്ടേയിരിക്കും. നമുക്ക് പ്രസൻറ്റിൽ നിൽക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടെ. അപ്പം നമ്മൾക്കത് അറിയാമായിരുന്നു. പക്ഷെ നമ്മുടെ കുട്ടിപ്രായമൊക്കെ വിട്ട് ചെറിയ ടെൻഷനുകളിലേക്കൊക്കെ ജീവിത പ്രാരാബ്ധങ്ങളിലേക്കൊക്കെ കടന്നതോടുകൂടി ആ ഒരു വർത്തമാനത്തിൽ നിൽക്കാനായിട്ടുള്ളൊരു അറിവ് നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി. അല്ലെങ്കിൽ അതിൻ്റെ മീതെ വേറെ അറിവുകൾ വന്നുകൂടി ഈ ഒരു ശേഷിയെ ഞാൻ മറന്നിരിക്കുക. അപ്പോൾ ആ യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഈ നിമിഷത്തിൽ നിൽക്കാനായിട്ടുള്ളൊരു ശേഷിയെ വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഇവിടെയുള്ള ഈ പ്രാക്ടീസുകളിലൂടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാക്ടീസിൽ നിൽക്കുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതാണോ നിങ്ങളുടെ നില, ആ നിലയിൽ വളരെ സംതൃപ്തിയോട് കൂടിയിട്ട് നിൽക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും. അതായത് മനസ്സും ശരീരവും ഒരേ പാതയിൽ അല്ലെങ്കിൽ ഒരേ രീതിയിൽ ചേർന്ന് നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നതാണ് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള നിമിഷം എന്നാണ് പറയുക. അവിടെ നമുക്ക് രോഗങ്ങളില്ല, ആശങ്കകളില്ല, പിരിമുറുക്കങ്ങളില്ല, ഒന്നുമില്ല. കാരണം വേറെ ഒന്നുമല്ല, ഉള്ളത് എന്താണ് അത് കൃത്യമായിട്ട് അറിയാം. ഉള്ള ഒന്നിനെ അതേപടി അംഗീകരിക്കാനായിട്ടുള്ളൊരു ശേഷി വാസ്തവത്തിൽ മനുഷ്യനുണ്ട്. നമ്മുടെ മനസ്സും ശരീരവും ആ ഉള്ള ഒന്നിനെ മുഴുവൻ രൂപത്തിൽ അറിയാനായിട്ടുള്ള മാനസികാവസ്ഥയിലാണെങ്കിൽ അതിനാണ് ഈ പ്രസൻറ്റിൽ കൊണ്ടുവയ്ക്കുക എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പരമാവധി ഇങ്ങനെ മനസ്സിനെ ശരീരത്തെ നിലനിർത്താനായിട്ട് ശ്രമിക്കണം. അപ്പോൾ മാത്രമാണ് ഉത്തേജകങ്ങളുടെ ഒന്നും സഹായമില്ലാതെ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. എങ്കിലും ഉത്തേജകങ്ങളുടെ ആവശ്യം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മാത്രമുള്ള ജീവിതമൊന്നും ആയിരിക്കില്ല നമുക്ക് വരിക. പല ആകസ്മികതകളും അവിചാരിതമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടാവാം. അപ്പോഴൊക്കെ ഈ ഉത്തേജകങ്ങൾ ഉണ്ടാവും. അതായത് പെട്ടെന്നുണ്ടാവുന്ന ഷോക്കുകളും പെട്ടെന്നുണ്ടാവുന്ന വിഷമങ്ങളും പെട്ടെന്നുണ്ടാവുന്ന സന്തോഷങ്ങളൊക്കെ ജീവിതത്തിലുണ്ടല്ലോ. അപ്പോഴെല്ലാം വാസ്തവത്തിൽ ഈ ഉത്തേജനം മനുഷ്യനിൽ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ക്ഷീണം ഉണ്ടാവുന്നുണ്ട്. ആ ക്ഷീണം ഉണ്ടാക്കിക്കൊണ്ട് ഉത്തേജനം കൊണ്ടുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രശ്നം കൊണ്ടുണ്ടായിട്ടുള്ള ഊർജ നഷ്ടത്തെ ശരീരം പരിഹരിച്ചുകൊള്ളും. ഉത്തേജനം ഉണ്ടാവുകയേയില്ല എന്നൊന്നും നമുക്ക് അവകാശപ്പെടാനായിട്ട് സാധിക്കില്ല. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ബാക്ക് ടു നോർമലിലേക്ക് വരാനായിട്ട് ഒരാൾക്ക് പറ്റും. അത്രയേ വേണ്ടൂ. അതായത് ഇത് ഒരു തവണ ഉത്തേജനം ഉണ്ടായി പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണ്. നമ്മളൊരു പെട്ടെന്ന് ഇപ്പോൾ 2 വീലർ ഓടിക്കുകയാണ്, പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റിൽ ചെന്ന് പെടാൻ പോയി. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ആന്തലുണ്ടായി. അതവിടെ കഴിഞ്ഞു വാസ്തവത്തിൽ. പക്ഷേ അത് ഞാൻ വീണ്ടും ചിന്തിച്ചെടുക്കുന്നു. വീണ്ടും ഞാൻ ആളുകളുടെ അടുത്ത് പറയുക, ഞാൻ അവിടെ പോകുമ്പോൾ ഭയങ്കര ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാൻ പോയി, അപ്പോൾ തൊട്ടടുത്ത് ഞാൻ എത്തി ആകെ ചിന്ന ഭിന്നമായി പോയേനെ എന്ന് പറഞ്ഞ് അവിടെ ആ ഒരു സമയത്തുണ്ടായ ഒരു ഭയങ്കര ഒരു സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ളൊരു അവസ്ഥയുണ്ട്.
അതായത് ഭയങ്കര അലേർട്ടാണ് അവിടെ. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും അതിൻ്റെ പൂർണ്ണ അവസ്ഥയിൽ ഓണായിട്ടിരിക്കുകയാണ്. കാരണം ഒരു ഭയങ്കര അപകടത്തെ ഇങ്ങനെ മുന്നിൽ കാണല്ലേ. അപ്പോൾ ഇത് ഭയങ്കര രസമുള്ള ഒന്നായിട്ട്, ഈ ഉത്തേജനം എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് ഫീല് തരുന്നുണ്ടല്ലോ. ഈ ഉത്തേജനത്തെ നമ്മൾ വീണ്ടും വീണ്ടും വാക്കുകൊണ്ട് പറഞ്ഞ് അത് ഇങ്ങനെയുള്ളത് മാത്രമല്ല. ഇപ്പോൾ പണ്ടത്തെ ഭയങ്കര ദുഃഖങ്ങൾ, അല്ലെ ഞാൻ കടന്നുപോയ ഭയങ്കര പ്രശ്നങ്ങൾ എന്നൊക്കെ ഉള്ളത് വീണ്ടും വീണ്ടും നമ്മൾ ചിന്തയിൽ കൊണ്ടുവന്ന് അത് വീണ്ടും പറഞ്ഞ് അതിൽ രമിക്കുകയാണ്. വാസ്തവത്തിൽ നമുക്കത് ഭയങ്കര ഉത്തേജനമാണ് നൽകുന്നത്. പക്ഷെ ആ ഉത്തേജനവും വാസ്തവത്തിൽ ഗുണകരമല്ല. ഏത് ഉത്തേജനവും നമുക്ക് ഗുണകരമല്ല. അതുണ്ടാവുന്ന സമയത്ത് അത് പ്രകൃതി നിയമം അനുസരിച്ചിട്ട് ഉണ്ടാവേണ്ടതാണ്, അതുകൊണ്ടുണ്ടായി, അതവിടെ അവസാനിച്ചു. അതവിടെ നിന്ന് ഇപ്പോൾ ഞാൻ അന്ന് അത് ചെയ്തില്ലെങ്കിൽ അന്ന് അപകടം ഉണ്ടായേനെ എന്ന് നമ്മൾ എപ്പോഴെപ്പോഴും പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തായാലും അപകടം ഉണ്ടായിട്ടില്ലല്ലോ, അപ്പോൾ അവിടെ അപകടം ഉണ്ടാവേണ്ടതായിരുന്നില്ല, അതുകൊണ്ടാണ് അവിടെ അപകടം ഉണ്ടാവാതിരുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിച്ച് വീണ്ടും വീണ്ടും ആന്തലുണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ കൂടിയ ഊർജ്ജനഷ്ടം ഉണ്ടാക്കും. ഇത് രോഗങ്ങൾക്ക് വലിയ കാരണമാണ്. അതായത് ഈ ഒരു പ്രാണോർജ്ജത്തിൻ്റെ നഷ്ടം അത് ഏത് വിധത്തിലാണെങ്കിലും, ഞാനിപ്പോൾ ഈ പറഞ്ഞ ഉത്തേജകങ്ങൾ വഴിയായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വളരെ ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, കൈകൊണ്ട് ഞാൻ ഒരുപാട് അധ്വാനിക്കുന്ന ഒരാളാണെന്ന് കരുതുക, വലത് കൈകൊണ്ട്. കുറേ നാൾ കഴിയുമ്പോൾ അതെ എനിക്കിവിടെ ടെന്നീസ് എൽബോ എന്ന് പറയുന്ന ഒരു പ്രശ്നം വരുന്നു. അതായത് ഇവിടെ നിന്ന് തുടങ്ങുന്ന മസിൽസ്, ഈ ഭാഗത്ത് ആ മസിൽസ് എവിടെയാണോ തുടങ്ങുന്നത് അവിടെ വേദന വരികയാണ്. അപ്പോൾ എനിക്കൊന്നും വെയിറ്റൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പം എന്തിനു വേണ്ടി എനിക്കിവിടെ വേദന വന്നത്? ശരീരം ഒരു വേദന ഉണ്ടാക്കുമ്പോൾ അതിനൊരു റീസൺ ഉണ്ടായിരിക്കില്ലേ? അപ്പോൾ എനിക്കിവിടെ ശരീരം ഒരു വേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ സാധാരണ ഇപ്പോൾ ക്ലിനിക്കലി എന്താണ് പ്രശ്നം എന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ മസിൽസ് ഓവർ സ്ട്രെയിൻ വരുന്നുണ്ട് ആ മസിൽസിന്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അത് തുടങ്ങുന്ന ഭാഗത്ത് ഇൻഫ്ലമേഷൻ വരുന്നു. ഇതാണ് രോഗത്തിൻ്റെ കാരണം. എന്തിനാണ് അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയത്? അവിടെ ഒരു ചോദ്യമില്ലേ? ഞാൻ ഈ കൈ കൊണ്ട് ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, അപ്പോൾ ഈ മസിൽസിന് ഒരുപാട് സ്ട്രെയിൻ വരുന്നുണ്ട്, അതൊക്കെ സമ്മതിച്ചു. ആ സ്ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ ശരീരം എന്തിനിവിടെ എനിക്ക് വേദന ഉണ്ടാക്കണം? അവിടെ മനസ്സിലാക്കണം, വേദന ഉണ്ടാക്കുന്നത് ആ മസിൽസ് കുറച്ച് നാൾ പ്രവർത്തിക്കാതിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് വേദന ഉണ്ടാക്കുന്നത്. അതായത് ഈ പ്രവർത്തനം കൊണ്ട് അധികമായിട്ടുള്ള സ്ട്രെയിൻ എനിക്ക് ഈ കൈ കൊണ്ടുള്ള ആക്ടിവിറ്റി കൊണ്ട് ഉണ്ടാവുന്നു. അതുവഴി ഒരുപാട് ഊർജ്ജനഷ്ടമുണ്ട്. അധികമായിട്ടുള്ള ഊർജ്ജനഷ്ടം. നമ്മൾ എന്ത് തരത്തിലുള്ള പ്രവൃത്തി ചെയ്യണമെങ്കിൽ അവിടെ ഒരു എനർജി പ്രയോഗിക്കേണ്ടതുണ്ട്. ആ എനർജി നഷ്ടപ്പെടുത്താൻ ശരീരം തയ്യാറുമാണ്. എന്നാൽ അധികമായിട്ടുള്ള കണക്കിന് അധികമായിട്ടുള്ള എനർജി നഷ്ടം ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട് ഉണ്ടാകുമ്പോൾ ശരീരം അവിടെ തടയും. മതി ഇന്നത്തെ കോട്ട എത്രയേ ഉള്ളൂ, ഇനി ഇതിൽ കൂടുതൽ പറ്റില്ല. പക്ഷെ കുറേ നാൾ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ സ്ഥിരമായിട്ട് സസ്പെൻഷനേ ആയിട്ടുള്ളൂ, ഡിസ്മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല. കുറച്ച് നാൾ ആ ഒരു പ്രവൃത്തി ഒന്ന് പോസ് ചെയ്ത് വെച്ചു. ഇനി ആ ഒരു പ്രശ്നമൊക്കെ ഒന്ന് സോൾവ് ആവട്ടെ. അതിന് ശേഷം നമുക്ക്, അതായത് ആ ഭാഗത്തുകൂടി നഷ്ടപ്പെട്ട എനർജി ശരീരത്തിന് വീണ്ടെടുക്കണം. അത് കഴിഞ്ഞാൽ അത് ശരിയാവും. ടെന്നീസ് എൽബോ എന്ന് പറയുന്ന ആയുഷ്കാലം നീണ്ടു നിൽക്കുന്ന ഒരു രോഗമല്ലല്ലോ. ഇതുപോലെ തന്നെയാണ് സകല പ്രശ്നങ്ങളും. ശരീരം ആ ഒരു എനർജി ലോസ് ബ്ലോക്ക് ചെയ്യാനാണ് ആദ്യം ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത്, രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തേതാണ് നഷ്ടപ്പെട്ട എനർജി വീണ്ടെടുക്കുക എന്ന് പറയുന്നത്. ആ വീണ്ടെടുക്കാനുള്ള സമയമാണ് ഈ വേദന മാറുന്നത് വരെ, അല്ലെങ്കിൽ ഈ രോഗം മാറുന്നത് വരെ നമ്മൾ ശരിയായ ജീവിത രീതിയിലുള്ള കാത്തിരിപ്പ് നടത്തുക എന്നുള്ളത്. അതാണ് ഇവിടെ നമ്മൾ ജീവനത്തിൽ ട്രെയിൻ ചെയ്യിക്കുന്നത്. ഇത്രയേ ഉള്ളൂ വാസ്തവം പറഞ്ഞാൽ രോഗത്തിൻ്റെ കാരണവും ചികിത്സയും എല്ലാം. ഇതിപ്പോൾ ഏറ്റവും എളുപ്പമുള്ളൊരു ഭാഷയിലാണ് പറഞ്ഞത്. ഈ ഒരു എനർജി ശരീരത്തിൽ ഒരു ജീവൻ എന്ന് പറയുമ്പോൾ നമുക്കതിനെ എളുപ്പമുള്ള ഒരു ഭാഷയിൽ പറയാൻ, ജീവൻ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസിൽ ഒരു എനർജി ഉണ്ട് എനിക്ക്. ജീവനുള്ളതിന് അങ്ങനെ ചലിക്കാനും ഇതിനെല്ലാറ്റിനും കാരണമാവുന്ന ഒരു എനർജി ഉണ്ട്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഞാൻ ആഹാരം കഴിക്കുന്നത് കൊണ്ട് മാത്രമുള്ള എനർജിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനൊരു ഇത്തിരി ചോറും പുളിശ്ശേരിയും കഴിച്ചു എന്നുള്ളത് കൊണ്ട് ഇത്രയും അധികം കോടിക്കണക്കിനെന്ന് പറയാവുന്ന പ്രവർത്തനങ്ങൾ എൻ്റെ ശരീരത്തിൽ നടക്കും എന്ന് എനിക്ക് വിശ്വസിക്കാൻ പോരാ. അപ്പം അത് കൂടാതെ തന്നെ എൻ്റെ ഉള്ളിൽ എനർജി ഉണ്ട് എന്തായാലും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപവാസം എടുക്കുന്നു, 10, 15, 20, 30 ദിവസമൊക്കെ ഉപവാസം എടുക്കുന്നു. അത്രയും ദിവസം ഉപവാസം എടുത്താലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ വളരെ ഹെൽത്തി ആയിട്ട് എല്ലാ ആക്ടിവിറ്റികളും ഞാൻ ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെയുള്ള എനർജി എനിക്ക് ലഭിക്കുന്നത് ഭക്ഷണത്തിൽ നിന്ന് മാത്രമാണെന്ന് വിശ്വസിക്കാൻ പോരാ. അപ്പം എനർജി എന്നിലുണ്ട്. അതിനെയാണ് നമ്മൾ ഈ ഒരു വൈറ്റൽ എനർജി, പ്രാണോർജ്ജം എന്നൊക്കെ പറയുന്നത്. ഇതിനെ ഒരു സയൻസിൻ്റെ ഭാഷയിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ.
അപ്പം അതുകൊണ്ട് ഇതൊരു എക്സ്പീരിയൻഷ്യൽ ആയിട്ട് മാത്രമേ പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു എനർജി എല്ലാ കാലത്തും ഇപ്പോൾ നമുക്ക് എത്രത്തോളം പ്രാണോർജ്ജമുണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ആയുസ്സൊക്കെ ഉണ്ടായിരിക്കുക. നമ്മുടെ പ്രാണോർജ്ജം തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് അവസാനിക്കുന്നു. അപ്പോൾ പ്രാണോർജ്ജം എത്രത്തോളം ഉണ്ടെന്ന് അളക്കാൻ നമ്മുടെ അളവുകോലില്ല. ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, പ്രാണോർജ്ജത്തിൻ്റെ അമിതമായിട്ടുള്ള വിനിയോഗം, അനാവശ്യമായിട്ട് ഈ ഊർജത്തെ ചിലവഴിച്ച് തീർക്കുക, അതിനെ നമുക്കൊന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ എനർജീനെ വീണ്ടും റീഫില്ല് ചെയ്യാൻ വേണ്ടി പമ്പില്ല, ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഒന്നും ചെയ്യാതിരുന്നു കൊടുക്കാം. ഇപ്പോൾ ജീവനത്തിൽ ചെയ്യുന്നത് എത്രത്തോളം റെസ്റ്റിലേക്ക് ഓരോ അവയവത്തെയും കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും റെസ്റ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. അത് എന്താ, ഇപ്പോൾ ഇവിടെ ജീവനത്തിൽ ചികിത്സയിലിരിക്കുന്ന ഓരോരുത്തർക്കും അപ്പുറമുള്ള ആളുകളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അത്ഭുതം തോന്നും. എങ്ങനെ അയാളുടെ ആ പ്രശ്നം അപ്പം എങ്ങനെയാണ് മാറിയത്, അല്ലെങ്കിൽ ഇയാളുടെ ഈ പ്രശ്നം എങ്ങനെയാണ് കുറയുന്നത് എന്ന് തോന്നാം. കാരണം ആർക്കും പ്രത്യേകം ചികിത്സകളൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പോൾ വയറിൻ്റെ പ്രശ്നം മാറാനൊന്നും ചെയ്തിട്ടില്ല. ചേച്ചിൻ്റെ കാലിൻ്റെ മറ്റേ ഡയബറ്റിക് ഫുഡ് അൾസർ മാറാനായിട്ട് ഒന്നും സ്പെഷ്യലായി ചെയ്യുന്നില്ല. പക്ഷെ ഓരോരുത്തരിലും വ്യത്യാസങ്ങളായിട്ടാണ്. ഇപ്പോൾ ഒരാളുടെ വെയിറ്റ് കൂടുകയാണെങ്കിൽ ഇവിടെ വേറൊരാളുടെ വെയിറ്റ് കുറയുന്നു. എല്ലാവരിലും ചികിത്സയൊക്കെ ഒരേ പടി, പക്ഷെ ഓരോരുത്തർ എന്ത് ലക്ഷ്യം വെച്ചാണോ ചികിത്സയിൽ ഇരിക്കുന്നത് ആ ലക്ഷ്യം ശരീരം പൂർത്തീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ മനസ്സിലാക്കണം, ഇവിടെ ആകെ സംഭവിക്കുന്നത് എന്താ, ഈ നഷ്ടപ്പെട്ടിട്ടുള്ള പ്രാണോർജ്ജം അത് ശരീരം പതിയെ വീണ്ടെടുക്കുന്നുണ്ട്, റീഫില്ല് ചെയ്യുന്നുണ്ട്. ആ റീഫില്ലിങ് മാത്രമാണ് രോഗശമനമായിട്ട് നമ്മുടെ അനുഭവത്തിൽ വരുന്നത്. വാസ്തവത്തിൽ എല്ലാ രോഗങ്ങളുടെയും ഏറ്റവും ബേസ് എന്ന് പറയുന്നത് ഈ ഊർജത്തിൻ്റെ അധികമായിട്ടുള്ള നഷ്ടം തന്നെയാണ്. അപ്പം അത് വീണ്ടെടുക്കുക, അത് റീഫില്ല് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ശരീരത്തിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവിടെ രോഗത്തിൻ്റെ ചികിത്സയായി. പിന്നെ ആ രോഗം റിപ്പീറ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യം അവിടെ ഇല്ല. കാരണം രോഗകാരണമില്ല അവിടെ. ഇനി നമ്മൾ അത്രയും കാലം മോശമായിട്ട് ജീവിക്കണം, ഇതേ രോഗകാരണം വീണ്ടും കുറേ കാലം ലൈഫിൽ ഉണ്ടാക്കി കൊണ്ടുവരികയാണെങ്കിൽ വീണ്ടും നമ്മുടെ ശരീരം ക്ഷീണത്തിലേക്ക് പോകും. അല്ലാത്ത പക്ഷം എന്ത് കാരണം കൊണ്ട് രോഗമുണ്ടായോ ആ കാരണം അവസാനിച്ചു, അതുകൊണ്ട് ഇനി ഈ രോഗമില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഉത്തേജനത്തെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണയൊക്കെ ആയില്ലേ. രോഗത്തെക്കുറിച്ചിട്ടും ഒരു ഐഡിയ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു പ്രാണോർജ്ജത്തിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായിട്ട് എല്ലാവരും മനസ്സിൽ വെക്കേണ്ടതാണ്. കാരണം നമ്മളിപ്പോൾ ദുഃഖിക്കുമ്പോൾ നമുക്ക് തോന്നും ഈ ഒരു പ്രത്യേക വിഷയത്തിൽ പിന്നെ എനിക്ക് ദുഃഖം വരില്ലേ എന്നൊക്കെ തോന്നാം, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരില്ലേ. പക്ഷേ ആരോടും ഇതൊന്നും ചോദിക്കാനും പറയാനും ഇല്ല. കാരണം നമ്മൾ ദുഃഖിച്ചാലും ദേഷ്യപ്പെട്ടാലും എത്രത്തോളം ഭയത്തിലിരുന്നാലും എല്ലാം അവനവന് മാത്രമാണ് നഷ്ടം. നമ്മളിങ്ങനെ പ്രാണോർജ്ജം ഒരുപാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, നമുക്ക് ഒരു അളവും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഇവിടെ ഒരു ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെയുള്ള 2-3 കഷ്ണം പേപ്പറായിരിക്കാം പറന്നു പോകുന്നുണ്ടാവുക. എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പറന്നു പോകുമായിരിക്കാം. പക്ഷെ ഒരു കൊടുങ്കാറ്റാണ് വരുന്നതെങ്കിലോ ഇവിടെ പിന്നെ ഒന്നും ഉണ്ടാവില്ല. എന്താ പറന്നു പോവില്ല, എന്താ ബാക്കി ഉണ്ടാവും, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതേപടിയാണ് ഈ സ്ട്രെസ്സ് കൂടുതലായിട്ടുള്ള അവസ്ഥ വരുമ്പോൾ. അതായത് നമുക്കിപ്പോൾ വല്ലപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടായി, വല്ലപ്പോഴും ഒരു ഉത്തേജനം ഉണ്ടായി എന്ന് പറയുന്നത് പോലെയല്ല, എല്ലായ്പ്പോഴും നമ്മളൊരു സ്ട്രെസ്സിലിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഈ ഒരു എനർജി ലീക്കേജ് സംഭവിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഒരു എത്തും പിടി ഉണ്ടാവില്ല, എന്തോരം പോയി എന്തോരം ബാക്കിയുണ്ട് ഇതൊന്നും. അപ്പോൾ ഒരു പ്രത്യേക അളവ് പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ, എന്നിട്ടും നമ്മൾ ഈ ടെൻഷനൊന്നും അവസാനിപ്പിക്കാൻ ഭാവമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ശരീരം തടയിടും. ആ തടയിടുക എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇനി ടെൻഷൻ അടിക്കാൻ പറ്റില്ല, ഇനി ടെൻഷൻ അടിക്കാൻ തുടങ്ങിയാൽ നല്ല തലവേദന ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇനി ടെൻഷൻ അടിക്കാൻ ഞാൻ ഈ മെമ്മറി ഒന്നും തരില്ല, ഞാൻ ഈ മെമ്മറിയൊക്കെ കട്ടാക്കി കളയും, എന്തെങ്കിലുമൊക്കെ കാരണമൊക്കെ ഉണ്ടാക്കി ശരീരം വീണ്ടും നമ്മളെ രക്ഷിക്കാനായിട്ട് നോക്കും. അപ്പോൾ അവിടെ നമ്മുടെ ബുദ്ധി നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ട് മാത്രമാണ് ശരീരത്തിന് ഈ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങേണ്ടി വരുന്നത്. വീണ്ടും അവനവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും പറയും, സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ ശരീരത്തിന് കൂടിയ നടപടി വേണ്ടി വരില്ല. അപ്പോൾ ഈ ചൊല്ലിക്കൊട് തല്ലിക്കൊട്, ചൊല്ലിക്കൊട് നുള്ളിക്കൊട് തല്ലിക്കൊട് എന്ന് പറയുന്ന പോലെയാണ് ശരീരം നമ്മളെ നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ചൊല്ലിത്തരുന്നുണ്ട്, ചെറിയ തലവേദന വന്നു, ചെറിയ വയറിന് പ്രശ്നം, അല്ല ചെറിയ കഴുത്ത് വേദന, ചെറിയ നടുവേദന, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലക്ഷണങ്ങൾ കാണിക്കുന്നതാണ് ഈ ചൊല്ലിക്കൊടുക്കൽ. ഇനി നുള്ളിക്കൊടുക്കും കുറേ നാൾ കഴിയുമ്പോൾ. അതായത് വേദനയൊക്കെ ഇത്തിരി നീരൊക്കെ കൂട്ടി, ഇത്തിരി വേദനയൊക്കെ കൂട്ടി, ക്ഷീണം കൂട്ടി, എന്നിട്ടും മനസ്സിലാകാതെ വരുമ്പോഴാണ് തല്ലി കൊടുക്കുന്നത്. തല്ലി കൊടുക്കുമ്പോൾ ഇനി അവിടെ ഇരിക്കി,
ഇനി നീ എവിടെയും പോകണ്ട, മുട്ടിന് നല്ല വേദന ഉണ്ടാക്കി, അല്ലെങ്കിൽ വയറിന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ നടുവിന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ ശരീരത്തെ കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കാനായിട്ട് വിടരുത്. നമുക്ക് ബുദ്ധിയുണ്ടല്ലോ, ആ ബുദ്ധി ഉപയോഗിച്ച് എന്തുകൊണ്ട് നമുക്ക് അവനവന് വേണ്ടി പ്രവർത്തിച്ചുകൂടാ? അങ്ങനെയാണെങ്കിൽ രോഗങ്ങളില്ല. സ്വന്തം ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് എല്ലാ കെൽപ്പുമുണ്ട്, എല്ലാ ശേഷിയുമുണ്ട്. അത് വിനിയോഗിക്കാം. ഇതാണ് ഇന്നത്തെ പഠനം. ഇതിലെന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലാവാം.